ടോപ്പിക് ഓഫ് അവർ മൊഡ്യൂൾ ഈസ് നെർവ് ഇമ്പൾസ്. നെർവ് ഇമ്പൾസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഇടയിൽ ട്രാൻസ്മിഷൻ സ്റ്റേജ് എന്താണെന്നുള്ളതാണ് നമ്മളവിടെ മെയിനായിട്ട് നോക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഡീപോളറൈസേഷൻ, ആക്ഷൻ പൊട്ടൻഷ്യൽ, റീപോളറൈസേഷൻ, പിന്നെന്താണ് റീഫാക്ടറി പീരിയഡ്, പിന്നെ ഹൈപ്പർ പോളറൈസേഷൻ, പ്രൊപ്പഗേഷൻ, ദെൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. ആ ഒരു കാര്യങ്ങളാണ് അവിടെ മേജറായിട്ട് വരുന്നത്. So the first one is resting potential. The resting potential means the neuron is at rest. എന്താണ് ന്യൂറോൺ ഒരു റെസ്റ്റിംഗ് പീരീഡിലായിരിക്കും റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവുക. വിത്ത് ദ ഇൻസൈഡ് ദ ബ്രെയിൻ നെഗറ്റീവ്ലി ചാർജ്ഡ് റിലേറ്റീവ് ടു ദ ഔട്ട് സൈഡ്. എന്താണ് നെഗറ്റീവ്ലി ചാർജ് ചെയ്തിട്ട് ഔട്ട് സൈഡ് ഒരു നെഗറ്റീവ് -70 MVയിലായിരിക്കും ആ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ ഉണ്ടായിരിക്കുക. ദെൻ ദിസ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദ സോഡിയം പൊട്ടാസ്യം പമ്പ്. എന്താണ് സോഡിയം പൊട്ടാസ്യം പമ്പാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. വിച്ച് എക്സ്പെൽസ് ത്രീ പൊട്ടാസ്യം 3 Na+ അയൺസ്. എന്താണ് 3 Na+ അയൺസ് മീൻസ് 3 സോഡിയം പ്ലസ് അയൺസ് ആൻഡ് ഇമ്പോർട്ട്സ് 2 K+ അയൺസ്. എന്താണ് പൊട്ടാസ്യം പ്ലസ് അയോൺസും പമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് നെഗറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ് ഫോർമാറ്റിൽ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റിമുലസ് ആൻഡ് ഡീപോളറൈസേഷൻ. എ സ്റ്റിമുലസ് കോസസ് സോഡിയം Na+ ചാനൽസ് ടു ഓപ്പൺ. എന്താണ് ഒരു സ്റ്റിമുലസ് അവിടെ ഒരു Na+ ചാനൽസ് അല്ലെങ്കിൽ സോഡിയം ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അതിന് ഒരു കാരണമാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ അല്ലെങ്കിൽ നെർവ്സ് എങ്ങനെ പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത്. പിന്നെ അലോയിങ് Na+ ടു എന്താണ് അലോയിങ് സോഡിയം ടു റഷ് ഇൻ ടു ദ ന്യൂറോൺ. പിന്നെന്താ സോഡിയം ഒരു ന്യൂറോണിക്ക് കയറാൻ വേണ്ടിയിട്ട് റഷ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദിസ് റെഡ്യൂസസ് ദ നെഗറ്റീവ് ചാർജ് ഇൻസൈഡ് ലീഡിങ് ടു ഡീപോളറൈസേഷൻ. ഈ ഒരു നമ്മൾ ആ ഉൾഭാഗത്തെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൽ ഫസ്റ്റ് പറഞ്ഞിരുന്ന ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു നെഗറ്റീവ് ചാർജിനെ ഇല്ലാതാക്കാനും ആ ഒരു ഇതിൻ്റെ പവർ കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യും ഒരു ഡീപോളറൈസേഷൻ ഫോം ആക്കാനാവും എടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ വെൻ ദ ത്രെഷോൾഡ് ഈസ് റീച്ച്ഡ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ട്രിഗേർഡ്. അപ്പോൾ ആ ഒരു ത്രെഷോൾഡ് അവിടെ റീച്ച് ആയി കഴിഞ്ഞാൽ ഡീപോളറൈസേഷന് ശേഷം അവിടെ എന്ത് ചെയ്യും അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രിഗേർഡ് ആവുകയും ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ദെൻ ആക്ഷൻ പൊട്ടൻഷ്യൽ മീൻസ് ദ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ റാപ്പിഡ്ലി റൈസസ് about +3 MV ആസ് മോർ Na+ എൻറ്റേഴ്സ്. എന്ത് ചെയ്യും ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ റാപ്പിഡ്ലി റൈസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും +3 MV ആവും. നെഗറ്റീവ്ലി ആയിട്ടുള്ളൊരു കാര്യം സോഡിയം അവിടെ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും അത് പോസിറ്റിവിറ്റിക്കായിട്ട് മാറും. ഈ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് എന്ത് ചെയ്യും ട്രാവൽ ചെയ്തിട്ട് അവിടെ ആക്സോൺ വഴി ട്രാവൽ ചെയ്തിട്ട് അവിടെ ഫോം ആവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് റീപോളറൈസേഷൻ. എന്താണ് റീപോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ചാനൽസ് ക്ലോസ് ആവും, പിന്നെ എന്ത് ചെയ്യും പൊട്ടാസ്യം ചാനൽസും അവിടെ ഓപ്പൺ ആവും. ദെൻ K+ അയോൺസ് എക്സിസ്റ്റ് ദ സെൽ റീസ്റ്റോറിങ് ദ നെഗറ്റീവ് ചാർജ് ഇൻസൈഡ് ദ മെംബ്രെയിൻ. എന്താണ് ഈ ഒരു പൊട്ടാസ്യം അയോൺസ് അവിടെ സെല്ലിലേക്ക് എക്സിറ്റ് ആവുകയും ചെയ്യും, അവിടുന്ന് പോവുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്യും നെഗറ്റീവ് ചാർജ് നമ്മൾ ആ മെംബ്രെയിൻ്റെ അകത്ത് റീസ്റ്റോർ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. Then the next one is hyperpolarization and refractory period. എന്താണ് നമ്മൾ ഈ ഒരു നെഗറ്റീവ് ചാർജ് പിന്നെ അവിടെ ഫോം ആയ ശേഷം അവിടെ ഒരു ഹൈപ്പർ പോളറൈസേഷനും റീഫ്രാക്ടറി പീരീഡും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും K+ ചാനൽസ് ക്ലോസ് സ്ലോലി നമ്മളെ പൊട്ടാസ്യം സ്ലോലി ക്ലോസ് ആവും. ആ ഒരു ചാനൽസ് അവിടെ സ്ലോലി ക്ലോസ് ആവും. പിന്നെ എന്ത് ചെയ്യും കോസിൻ ദ മെമ്പർ പൊട്ടൻഷ്യൽ ടു ടെമ്പററി ബിക്കം മോർ നെഗറ്റീവ് ദാൻ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. എന്ത് ചെയ്യും ടെമ്പററിലി അല്ലെങ്കിൽ കുറച്ച് നേരത്തിന് എന്ത് ചെയ്യും അവിടെ കൂടുതലായിട്ട് റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിനേക്കാളും നെഗറ്റീവ് ചാർജ് ആയിട്ട് അവിടെ ഫോം ആവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ ദ ന്യൂറോൺ എൻറ്റേഴ്സ് എ റിഫ്രാക്ടറി പീരീഡ് ഡ്യൂറിങ് വിച്ച് ഇറ്റ് കനോട്ട് ഫയർ അനദർ ഇമ്പൾസ്. എന്ത് ചെയ്യും ആ ന്യൂറോണ് ഒരു റിഫ്രാക്ടറി പീരീഡിലേക്ക് ആവും, പിന്നെ ആ ടൈമിക്ക് എന്ത് ചെയ്യില്ല മറ്റൊരു ഇമ്പൾസിനെ
ഫയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഒരു കെമിക്കലി ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസുമായിട്ട് നമ്മളെ ബോഡിയിൽ ഭയങ്കര ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വലുതായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ദ ആക്ഷൻ പൊട്ടൻഷ്യൽ മൂവ്സ് അലോങ് ദ ആക്സോൺ ടു ആക്സോൺ ടെർമിനൽസ്. എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജ് നമ്മൾ ഡെൻഡ്രോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആക്സോൺ പൊട്ടൻഷ്യൽ വഴി എന്ത് ചെയ്യും, ലാസ്റ്റ് അതിൻ്റെ ആക്സോൺ ടെർമിനൽസ്ക്ക് അവിടെ എത്തും. ലാസ്റ്റ് സ്റ്റേജ് വരെ അങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഇത്രയും വലിയൊരു പ്രൊസീജിയറിന് ശേഷം ലാസ്റ്റ് സ്റ്റേജിലേക്ക് അവിടെ ഫോമായിട്ട് എത്തുന്നുണ്ടായിരിക്കും. ദെൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. When the impulse reaches the axon terminal, voltage gated calcium Ca+ channels open. ഈ ഒരു ഇമ്പൾസ് ആക്സോൺ ടെർമിനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫോൾസായി അവിടെ ഒരു വോൾട്ടേജ് ഫോം ആയി കഴിഞ്ഞിട്ട് കാൽസ്യം C+ ചാനൽസ് എന്ത് ചെയ്യും, ഓപ്പൺ ആവുന്നുണ്ടായിരിക്കും. ദെൻ Ca2+ എൻഡേഴ്സ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ട്രിഗർ ന്യൂറോൺ ട്രാൻസ്മിറ്റർ റിലീസ് ഇൻ ടു സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. എന്താണ്, ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആകുമ്പോൾ അവിടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ആവുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ്സ് ടു റിസെപ്റ്റേഴ്സ് ഓൺ ദ പ്രീസിനാപ്റ്റിക് ന്യൂറോൺ കോസിങ് അയൺ ചാനൽസ് ടു ഓപ്പൺ ദ ഇമ്പൾസ് ടു കണ്ടിന്യൂ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവിടെ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിസെപ്റ്റേഴ്സ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിക്ക് എത്തും. പിന്നെ എന്ത് ചെയ്യും, അയൺ ചാനൽസ് ഓപ്പൺ ആവാനും പിന്നെ ഈ ഒരു ഇമ്പൾസ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ വഴി ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ജംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുക, സിനാപ്സ് എന്ന് പറയുക. അടുത്ത ന്യൂറോണിക്ക് എന്ത് ചെയ്യും, ഇത് പാസ് ചെയ്തിട്ട് പോകുന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ലാസ്റ്റ് ടോപ്പിക്ക്. ഇത്ര ഏരിയയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ മേജറായിട്ട് നോക്കുന്നത്. സോ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ ചൂസിങ് സെറിബ്രോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് അടുത്ത നമ്മളെ ക്രാഷ് കോഴ്സിന് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാവുന്നതും ആണ്. ഓക്കെ, താങ്ക് യു.